ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊതിച്ചോറാണ്, അല്ലെങ്കിൽ പൊതിച്ചോറെന്നും പറയാം. അതിനായിട്ട് അയിലമീൻ വറുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് പുരട്ടി വെച്ചു. അതിനുശേഷം ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി. എണ്ണ, ഉരുളക്കിഴങ്ങ്, പിന്നെ സവാള, പച്ചമുളക് ഒക്കെ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലോട്ടിട്ട് വഴറ്റാൻ വേണ്ടി വെച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ചു. ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചു. അതുപോലെ തന്നെ മുട്ട വറുക്കാൻ വേണ്ടിയിട്ട് സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. മെഴുക്കുവരട്ടിയിലോട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് അത് സെറ്റാക്കി. ചോറായപ്പോഴത്തേക്ക് അത് വാർത്തു. ഇതിനിടയിൽ കുഞ്ഞിനെ വിളിക്കാൻ സ്കൂളിൽ പോകണമായിരുന്നു. കുഞ്ഞിനെ വിളിച്ചിട്ട് വന്നാൽ അവൾക്ക് ഡിസ്കോ ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് പുരട്ടി വെച്ചിരുന്ന മീനെടുത്ത് നമ്മൾ വറുത്തെടുത്തു. മീൻ വറുത്തതിന് ശേഷം മുട്ട പൊരിച്ചെടുത്തു. ഓൾറെഡി സവാളയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് മുട്ട വറുത്തെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ ഇല, നല്ല നാടൻ വാഴയില വാട്ടിയെടുത്തു. ഞാൻ ആദ്യമായിട്ട് അത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചിയൊക്കെ ഇട്ടരച്ച് ഉപ്പും ഇട്ടരച്ച് ചമ്മന്തി സെറ്റാക്കി വെച്ചു. പിന്നെ വാട്ടിയ വാഴയിലോട്ട് നമ്മുടെ ചോറ്, കിഴങ്ങ് മെഴുക്ക് വരട്ടിയതും ചമ്മന്തിയും, പിന്നെ ഒരല്പം അച്ചാറും, നമ്മുടെ മീൻ വറുത്തതും, പിന്നെ മുട്ടയും വെച്ചിട്ട് നന്നായിട്ട് പേപ്പർ വെച്ച് പൊതിഞ്ഞ് മാറ്റി വെച്ചു. ഞങ്ങൾക്ക് എന്നിട്ട് പുറത്ത് പോകണമായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം കഴിച്ചത്. അങ്ങനെ അടിപൊളി പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് അടിപൊളി. ഇച്ചിരി കിഴങ്ങ് മെഴുക്ക് വരട്ടിയതും ചമ്മന്തിയും മുട്ട വറുത്തതും മീനും കൂടെ കഴിച്ച് നന്നായിട്ട് നിർവൃതി അടഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബായ്, പുതിയൊരു വീഡിയോ കാണാം.